പ്രിയമുള്ള പ്രേക്ഷകരെ, രത്നശാസ്ത്രത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇടവം ലഗ്നത്തിന് ഏതെല്ലാം രത്നങ്ങളാണ് അനുയോജ്യമെന്ന് നിങ്ങൾ അറിയണം. ആദ്യമായി ഇടവ ലഗ്നത്തിന് അനുയോജ്യമായിട്ടുള്ള വിഷയം ലഗ്നാധിപനായ ഗ്രഹം ശുക്രനാണ്. അയാൾ 6-ാം ഭാവാധിപത്യവും വഹിക്കുന്നുണ്ട്. അതിനാൽ ഡയമണ്ട് സജസ്റ്റ് ചെയ്യാം. നല്ല സ്ഥാനത്താണെങ്കിൽ ഡയമണ്ട് നന്നായിട്ട് ചേരും. മറിച്ച് ആ ശുക്രൻ വളരെ ദുർബലമായി, അയാൾക്ക് രോഗാധിപത്യമുണ്ട്, ദുർബലമായി നിൽക്കുകയാണെങ്കിൽ ഡയമണ്ട് വളരെയധികം കാരറ്റ് കുറഞ്ഞ ഡയമണ്ട് ഉപയോഗിക്കണം. കാരണം കാർബൺ എന്ന ധാതുവിൻ്റെ ക്രിസ്റ്റലൈൻ രൂപമാകുന്നു ഡയമണ്ട് അഥവാ വജ്രം. കാർബൺ പെട്ടെന്ന് തന്നെ ബ്ലഡ് സർക്കുലേഷനെ വർദ്ധിപ്പിക്കുന്നു. അതിനാൽ പലപ്പോഴും ശുക്രൻ ഡയമണ്ട് വളരെ കാരറ്റ് കൂടിയ ഡയമണ്ട് ധരിക്കുമ്പോൾ മാനസിക സംഘർഷങ്ങളുണ്ടാകുന്നു. ശുക്രൻ ഭരിക്കുന്നത് ശരീരത്തിൽ ആജ്ഞാചക്രമാണ്, 3rd ഐ ആണ്. പലപ്പോഴും തങ്ങളുടെ ബാലൻസ് തെറ്റുന്നു. ശുക്രൻ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാണ്. അതിനാൽ പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ, ദാമ്പത്യത്തെ ശൈഥില്യമാക്കുക എന്ന ധർമ്മം ഗുണത്തെക്കാൾ ഉപരി ദോഷകരനായി ഡയമണ്ട് പ്രവർത്തിക്കുന്നു. അതിനാൽ യഥാർത്ഥത്തിൽ നല്ലൊരു ജമോളജിസ്റ്റിനെ സമീപിച്ച് മാത്രം ധരിക്കേണ്ടുന്ന രത്നമാകുന്നു ഡയമണ്ട്. ഏതെല്ലാം ലഗ്നക്കാർക്ക് ധരിക്കാം? ഇടവ ലഗ്നക്കാർക്ക് ധരിക്കാം. പിന്നീട് മിഥുനം, കന്നി, മകരം, കുംഭം ഈ ലഗ്നക്കാർക്ക് എല്ലാം ധരിക്കാം. തുലാം ലഗ്നക്കാർക്കും ധരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു, നല്ലൊരു ജമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് മാത്രം ധരിക്കേണ്ടുന്ന രത്നമാകുന്നു വജ്രം അഥവാ ഡയമണ്ട്. ഇപ്രകാരം ധരിക്കുമ്പോൾ പലപ്പോഴും അതിശക്തമാണ് ഡയമണ്ട് എങ്കിൽ അതിൻ്റെ സെമി പ്രഷ്യസായ സിർക്കോണും നിങ്ങൾക്ക് ധരിക്കാം. സിർക്കോണും പലപ്പോഴും ഡയമണ്ടിൻ്റെ ധർമ്മം ചെയ്യുന്ന സെമി പ്രഷ്യസ് സ്റ്റോണാണ്. പെട്ടെന്ന് വിവാഹം നടക്കാൻ, നല്ല സൗഹൃദങ്ങൾ ലഭിക്കാൻ, വ്യാപാരത്തിലൂടെ പെട്ടെന്ന് പ്രശസ്തനാകാനൊക്കെ ഡയമണ്ടിനെ പോലെ തന്നെ സിർക്കോണും വളരെയധികം ഉപയോഗിക്കുന്ന രത്നമാകുന്നു. നമസ്തേ.